ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് USS എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ മാത്സിൻ്റെ ഫ്രാക്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്രാക്ഷൻസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഫ്രാക്ഷൻസ് എന്ന്? നിങ്ങൾക്ക് ഒരു പെൻസിൽ കിട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 പെൻസിലുണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യാറില്ലേ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് അറിയാമെന്നാണ് അർത്ഥം. അതായത് അങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഫ്രാക്ഷൻസ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ 2 പെൻസിൽ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഫ്രണ്ടിന് പെൻസിലില്ല, ഒരു ദിവസം പെൻസിൽ കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഒരു പെൻസിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്തു. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് 2 പെൻസിൽ, അതിൽ ഒരു പെൻസിൽ നിങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ ഫോം ചെയ്യുന്ന ഫ്രാക്ഷനാണ് 1/2. 1/2 എന്ന് പറഞ്ഞാൽ പകുതി അല്ലെങ്കിൽ ഹാഫ് എന്നാണ് അർത്ഥം. എന്താണ്? ഹാഫ് അല്ലെങ്കിൽ പകുതി. 1/2 ഫ്രാക്ഷൻ എന്ത് പറയുന്നു? ഹാഫ് അല്ലെങ്കിൽ പകുതി. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ബാക്കി ഒരു പെൻസിൽ. അപ്പം നിങ്ങളുടെ കയ്യിൽ ബാക്കി ഒരു പെൻസിലുണ്ട്. എത്രയിൽ? 2 പെൻസിലിൽ. മനസ്സിലായോ? ഇതാണ് ഫ്രാക്ഷൻസ്. ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷൻസിൻ്റെ മറ്റൊരു പേരാണ് ഭിന്നസംഖ്യകൾ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ കയ്യിൽ 4 ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് 4 ചോക്ലേറ്റ് തന്നു വിട്ടിട്ടുണ്ട്. അതിൽ 3 ചോക്ലേറ്റ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 4 ചോക്ലേറ്റ്സിൽ 3 ചോക്ലേറ്റ്സ് നിങ്ങൾ ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ എന്താ വരുന്ന ഫ്രാക്ഷൻ? 3/4. ടോട്ടൽ 4ൽ 3 ചോക്ലേറ്റ്സ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വരുന്നതാണ് 3/4. ഇതാണ് നമ്മളിവിടെ ഫോം ചെയ്യുന്ന ഫ്രാക്ഷൻ. മനസ്സിലായോ? ഫ്രാക്ഷൻസിന് മലയാളത്തിൽ എന്ത് പറയുന്നു? ഭിന്നസംഖ്യകൾ. ഫ്രാക്ഷൻസ് എന്താണ്? ഇവിടെ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ 2 പെൻസിൽ ഉണ്ടായിരുന്നു. അതിലൊരു പെൻസിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഫ്രാക്ഷനാണ് 1/2. ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്ര ഫ്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എത്ര പെൻസിൽ ഉണ്ട്? ഒരു പെൻസിൽ. ആ ഒരു പെൻസിൽ വെച്ച് ഫോം ചെയ്യാൻ പറ്റുന്നതാണ് 1/2. അപ്പം നിങ്ങൾ രണ്ട് പെൻസിലും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പെൻസിൽ ഫ്രണ്ടിന് കൊടുത്തു, ഒരു പെൻസിൽ നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? 1/2 എന്താ പറയുന്നത്? ഹാഫ് അല്ലെങ്കിൽ പകുതി. ഇനി നിങ്ങളുടെ കയ്യിൽ 4 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 3 ചോക്ലേറ്റ്സ് നിങ്ങൾ ഷെയർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഫോം ചെയ്യുന്ന ഫ്രാക്ഷൻ ഏതാണ്? 3/4. മനസ്സിലായോ? നെക്സ്റ്റ്, ഞാനൊരു ഫ്രാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2/3. ഈ 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ മുകളിൽ വരുന്ന ഡിജിറ്റ്. എപ്പോഴും ഒരു ഫ്രാക്ഷനിൽ മുകളിൽ വരുന്ന ഡിജിറ്റാണ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ അഥവാ അംശം എന്ന് പറയും. താഴെ വരുന്ന നമ്പർ ഏതാണ്? അതാണ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ അഥവാ ഛേദം. അപ്പം ഒരു ഫ്രാക്ഷന് 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടാണ് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം. താഴത്തെ പാർട്ടാണ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയും. അപ്പോൾ ഏതൊരു നമ്പറും നമ്മൾക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് 2 എന്ന് പറയുന്ന ഒരു ഡിജിറ്റിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം? 2/1. ഇങ്ങനെ എഴുതുമ്പോൾ 2 എന്ന് പറയുന്ന സംഖ്യ ഫ്രാക്ഷൻ ഫോമിലേക്ക് വരുന്നു. മനസ്സിലായോ? അപ്പോൾ ഫ്രാക്ഷൻ എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് മുകളിൽ കിടക്കുന്നത് ന്യൂമറേറ്റർ, താഴെയുള്ളത് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ അഥവാ അംശം, ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നു. ഇനി വരുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. നമുക്ക് എങ്ങനെ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന്. ഇവിടെ നോക്ക്, 1/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഇൻറ്റു 2/3. ഇതിനെ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 2/3. ഇതെങ്ങനെയാണ് നമുക്ക് 2/9 ആയിട്ട് കിട്ടിയത്? 1 ഇൻറ്റു 2/3 ഇൻറ്റു 3. നമ്മൾ ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിലും നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് മുകളിലത്തെ 2 നമ്പർ, അതായത് ന്യൂമറേറ്റേഴ്സ് 2 ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു, പിന്നീട് നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അതാണ് 1 ഇൻറ്റു 2 2 ഫോം ചെയ്തു, 3 ഇൻറ്റു 3 9 ഫോം ചെയ്തു. അങ്ങനെ 2/9 ആയി നമ്മുടെ ആൻസർ. അടുത്തൊന്ന് നോക്കിയേ. പക്ഷേ ഇതേ സ്ഥാനത്ത് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്ലേസിൽ നമ്മൾ അഡീഷൻ ആണ് ചെയ്തിരുന്നെങ്കിൽ 1/3 പ്ലസ് 2/3 വരും. അതായത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിലും നമ്മൾ സെയിം ഡിനോമിനേറ്റർ എഴുതും. എപ്പോഴൊക്കെ? അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നിവ ചെയ്യുമ്പോൾ, അതായത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 2 ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ അതേ ഡിനോമിനേറ്റർ തന്നെ എടുത്ത് എഴുതുന്നു. ന്യൂമറേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്ത് അല്ലെങ്കിൽ മൈനസ് ചെയ്ത് എഴുതുന്നു. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ?
മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/3 × 2/3 ഇസ് ഈക്വൽ ടു 1 × 2 2 ബൈ 3 × 3 9, 2/9 കിട്ടുന്നു. 1/3 പ്ലസ് 2/3 ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നു. അതായത് 1 + 2/3, 3/3 കിട്ടും നമുക്ക് ഉത്തരം. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു ഫ്രാക്ഷൻ നോക്കൂ. ഇതിന് നമ്മൾക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 7 × 1/8. അതായത് 7 നമുക്കിവിടെ ഒരു സിംഗിൾ ഡിജിറ്റ് ആണ് വന്നിരിക്കുന്നത്, ഫ്രാക്ഷൻ അല്ല. ഒരു ഡിജിറ്റും ഒരു ഫ്രാക്ഷനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്നു? ഈ 7ൻ്റെ ഇവിടെ ഒരു /1 ഉണ്ട്. ഇത് ഇൻവിസിബിൾ ആണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ 1 ഉണ്ട് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ബൈ 1. ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ 2 എന്ന് പറയുന്ന ഒരു നമ്പറിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് പറഞ്ഞേ. 2നെ 2/1 എന്ന് പറഞ്ഞാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്രാക്ഷനായിട്ട്. അപ്പോൾ 7നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം? 7/1. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും? 7/1 × 1/8. അതായത് 7 × 1 7, 1 × 8 8. മനസ്സിലായോ? അപ്പോൾ ഒരു സിംഗിൾ ഡിജിറ്റും ഒരു ഫ്രാക്ഷനും മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിൽ /1 ഇൻവിസിബിൾ ആണ്. നമ്മൾ അവിടെ /1 ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 7/1 × 1/8 ഈസ് ഈക്വൽ ടു 7/8. മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 4 പാക്കറ്റ് ഷുഗർ ഉണ്ട്. ഷുഗർ, പഞ്ചസാരയില്ലേ, 4 പാക്കറ്റ്സ് ഉണ്ട്. ഈ 4 പാക്കറ്റിലും 2 kg വെച്ചിട്ടാണുള്ളത്. എത്രയാണ്? 2 kg. ഇവിടെ 2 kg, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പം 4 പാക്കറ്റ്സിലും 2 kg വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ടോട്ടൽ ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ ജസ്റ്റ് 2 + 2 + 2 + 2 എന്ന് ചെയ്യാണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു പോകാണ്ട് നമ്മളിത് എങ്ങനെ കണ്ടുപിടിക്കുക എത്രയുണ്ടെന്ന് ടോട്ടൽ? നമുക്ക് എത്ര പാക്കറ്റ്സ് ഉണ്ട്? 1 2 3 4. 4 പാക്കറ്റ്സ് ഷുഗർ ഉണ്ട്. അപ്പോൾ 4 × 2 kg. അതായത് എല്ലാത്തിലും സെയിം അളവിലല്ലേ പഞ്ചസാര ഉള്ളത്? ഒരേ അളവിലാണ് നമുക്ക് പഞ്ചസാര ഉള്ളത്, 2 kg. അപ്പം 4 × 2 kg. 4 പാക്കറ്റ്സ് ഉണ്ട് × 2 kg വെച്ച്. അപ്പോൾ ടോട്ടൽ എത്ര kg ആയി? 8 kg. മനസ്സിലായോ? ഇവിടെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ഒരു സിംഗിൾ ഡിജിറ്റും ഒരു ഫ്രാക്ഷനുമാണ് വരുന്നതെങ്കിലും നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 7 × 1/8 ആണ് വരുന്നതെങ്കിൽ 7/1 ഉണ്ട് എന്നുള്ള രീതിയിൽ, അത് ഇൻവിസിബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 × 1 7, 1 × 8 8 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നീട് ഈ എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? 4 പാക്കറ്റ്സ് ഷുഗർ ഉണ്ടായിരുന്നു, 4 പാക്കറ്റ് പഞ്ചസാരയുണ്ട്. 4 എണ്ണത്തിലും 2 kg വെച്ചിട്ടാണുള്ളത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? 4 × 2 kg. അപ്പോൾ എത്ര kg വരും ടോട്ടൽ? 8 kg വരും. മനസ്സിലായോ? അടുത്തത് നോക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മുടെ ഷുഗർ പാക്കറ്റ്സിൽ 2 kg വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഷുഗർ പാക്കറ്റ്സിൽ എത്രയുണ്ട്? ½ kg വെച്ചിട്ടാണ് ഉള്ളത്. അതായത് ഇവിടെ ½ kg, ഇവിടെ ½ kg, ഇവിടെ ½ kg, ഇവിടെ ½ kg. ഹാഫ് എന്താണ്? 1/2 ആണ് ഹാഫ്. അതായത് 1/2 കിലോ, ഹാഫ്, പകുതി. 1/2 കിലോ പഞ്ചസാര വെച്ചിട്ടാണ് 4 പാക്കറ്റിലുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 1/2 + 1/2 + 1/2 + 1/2 എന്ന് ചെയ്യണോ? വേണ്ട. അതിനൊപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? 1/2 × 4 എന്ന് ചെയ്യാം. 1/2 × 4 എങ്ങനെ ചെയ്യും? നേരത്തെ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേ? 1/2 × 4 വന്നു കഴിഞ്ഞാൽ 4/1 എന്നുള്ളത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റില്ല. അതായത് നമ്മളവിടെ 1 ഉണ്ടെന്ന് വിചാരിച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ ചെയ്യും? 4 × 1 4/2 വരും. കണ്ടോ? 4/2. ഈ 4/2 എത്രയാണ്? 2 kg. 4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 / 2 2. അപ്പോൾ ടോട്ടൽ എത്ര kg ഷുഗർ ഉണ്ട്? 2 kg ഷുഗർ ഉണ്ട്. അപ്പോൾ നമ്മൾ 1/2 1/2 1/2 1/2 എന്ന് ആഡ് ചെയ്യാതെ ഡയറക്റ്റ് 4 × 1/2 എന്ന് ചെയ്തു. എന്തുകൊണ്ടാണ് 4 എടുത്തത്? എല്ലാ പാക്കറ്റ്സിലും സെയിം ആയിട്ടാണ് ഷുഗർ ഉള്ളത്. ഷുഗറിൻ്റെ അളവ് എല്ലായിടത്തും സെയിം ആണ്, എങ്ങും വ്യത്യാസമില്ല. അതുകൊണ്ടാണ് നമ്മൾ 1/2 × 4 എന്ന് എടുത്തത്. അതായത് 4/2 വരും. 2 kg ഷുഗറാണ് ടോട്ടൽ ഉള്ളത്. മനസ്സിലായോ? 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലെങ്കിൽ പകുതി. മറക്കരുത് കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻ നമുക്ക് 3 തരം ഫ്രാക്ഷൻസ് അല്ലെ 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണ് നമുക്കുള്ളത്. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷനെ എന്ത് പറയും? സാധാരണ ഭിന്നം എന്ന് പറയും. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എന്ത് പറയും? വിഷമ ഭിന്നം. മിക്സഡ് ഫ്രാക്ഷനെ എന്ത് പറയും? മിശ്ര ഭിന്നം. അപ്പം പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ് അല്ലെങ്കിൽ സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം എന്ന് പറയും.
ഫസ്റ്റ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ നോക്ക്. 1/2 3/5. ഇംപ്രോപ്പറിൻ്റെ എക്സാമ്പിൾ നോക്കിയേ. 5/2 7/4. മിക്സഡ് ഫ്രാക്ഷൻസ് നോക്ക്. 1 2/3 2 1/4. ഇനി ഒന്ന് നോക്കി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസം? പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രാക്ഷൻ്റെ മുകളിലുള്ള നമ്പറിനെ എന്ത് വിളിക്കുന്നു? ന്യൂമറേറ്റർ. താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കുന്നു. പ്രോപ്പർ ഫ്രാക്ഷനിൽ എപ്പോഴും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതായിരിക്കും. അതായത് ഇവിടെ നോക്കിക്കേ, 2 അല്ലേ വലുത്? 1/2 ഏതാ വലുത്? 2 ആണ് വലുത്. 2 ഏതാണ്? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ആണ് വലുത് ന്യൂമറേറ്ററിനേക്കാളും. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. 3/5. 3/5 ഏതാ വലുത്? 5. അതായത് ഡിനോമിനേറ്റർ ആണ് ന്യൂമറേറ്ററിനേക്കാളും വലുത്. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിൻ്റെ പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കിയേ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. അതായത് 5/2 7/4. ഇതിലേതാണ് വലുത്? 5/2 5/2 ഏതാണ് വലുത്? 5. അതായത് ന്യൂമറേറ്റർ ആണ് വലുത്. ന്യൂമറേറ്റർ വലുതാണെങ്കിൽ അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതായത് ഡിനോമിനേറ്ററിനേക്കാളും വലുതായിരിക്കും ന്യൂമറേറ്റർ. ഇവിടെ നോക്ക് 7/4. ഇതിലേതാണ്? ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ് ന്യൂമറേറ്റർ. അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. പിന്നെ വരുന്ന ടൈപ്പാണ് മിക്സഡ് ഫ്രാക്ഷൻസ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അതായത് ഒരു ഹോൾ നമ്പറും ഉണ്ടാവും, ഒരു ഫ്രാക്ഷനും ഉണ്ടാവും. 1 2/3 അല്ലെങ്കിൽ 2 1/4. മനസ്സിലായോ? ഇതാണ് മിക്സഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്? പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആൻഡ് മിക്സഡ് ഫ്രാക്ഷൻസ്. പ്രോപ്പർ ഫ്രാക്ഷൻസിന് എന്ത് പറയുന്നു? സാധാരണ ഭിന്നം എന്ന് പറയുന്നു. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ത് പറയുന്നു? വിഷമ ഭിന്നം. മിക്സഡ് ഫ്രാക്ഷൻ എന്ത് പറയുന്നു? മിശ്ര ഭിന്നം എന്ന് പറയുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? ഡിനോമിനേറ്റർ ആയിരിക്കും എപ്പോഴും ന്യൂമറേറ്ററിനേക്കാളും വലുതായിട്ട് കിടക്കുന്നത്. അതാണ് പ്രോപ്പർ ഫ്രാക്ഷൻസ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്താണ്? ന്യൂമറേറ്റർ ആയിരിക്കും വലുത് ഡിനോമിനേറ്ററിനേക്കാളും. ഇവിടെ ഡിനോമിനേറ്റർ ആണ് വലുത്, ഇവിടെ ന്യൂമറേറ്റർ ആണ് വലുത്. മിക്സഡ് ഫ്രാക്ഷനിൽ എന്താണ് പറയുന്നത്? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും ഉണ്ടായിരിക്കും. അതാണ് മിക്സഡ് ഫ്രാക്ഷൻസ്. മനസ്സിലായില്ലേ? പ്രോപ്പറിൽ ഡിനോമിനേറ്റർ ആയിരിക്കും വലുത് ന്യൂമറേറ്ററിനേക്കാളും, ന്യൂമറേറ്റർ ചെറുതായിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കും. മിക്സഡ് ഫ്രാക്ഷനിൽ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും കൂടി ഉള്ളതായിരിക്കും മിക്സഡ് ഫ്രാക്ഷൻസ്. ഇനി ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഇല്ലേ, ഈ 5/2 7/4 ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മളെപ്പോഴും മിക്സഡ് ഫ്രാക്ഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് പ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ അതേപടി തന്നെ അങ്ങ് എഴുതി വെക്കത്തേ ഉള്ളൂ. പക്ഷേ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് 5/2 7/4 എന്നിങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതുന്നത്. മനസ്സിലായോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ മിക്സഡ് ഫ്രാക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. ഇതൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചിരുന്നത്. ആദ്യമേ നമ്മൾ തുടങ്ങിയത് ഫ്രാക്ഷൻസിൽ നിന്നാണ്. ഫ്രാക്ഷൻസ് എന്താണ് പറയുന്നത്? ഭിന്നസംഖ്യകൾ. ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ. ആദ്യമായി പറഞ്ഞു നമ്മൾ പെൻസിലിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് 2 പെൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടിന് ഒരു പെൻസിൽ ഷെയർ ചെയ്തു. അപ്പോൾ നമ്മൾ എത്രയാണ് കൊടുത്തത്? 2 പെൻസിലും 1 പെൻസിൽ ഷെയർ ചെയ്തു. നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 2 പെൻസിലിൽ 1 പെൻസിൽ. അപ്പം ഈ 1/2 എന്താ പറയുന്നത്? ഹാഫ് അല്ലെങ്കിൽ പകുതി എന്ന് പറയും. പിന്നീട് നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞു ചോക്ലേറ്റ്സിൻ്റെ. നമ്മുടെ കയ്യിൽ 4 മിഠായി ഉണ്ടായിരുന്നു. അതിൽ 3 മിഠായി നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു. എത്രയാണ് കൊടുത്തത്? 3 നമ്മൾ കൊടുത്തു നമ്മുടെ ഫ്രണ്ടിന്. ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന് നമ്മൾ 3 മിഠായി കൊടുത്തു. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? നമ്മുടെ കയ്യിൽ ആകെ 1 മിഠായിയേ ഉള്ളൂ. ഇത് നമ്മൾ നമ്മുടെ 3 ഫ്രണ്ട്സിന് കൊടുത്തു മിഠായി. അപ്പം നമ്മൾ എത്ര ഷെയർ ചെയ്തത്? 3 ഷെയർ ചെയ്തു. 3/4. ടോട്ടൽ 4ൽ 3 ആണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തത്. ബാക്കി 1/4. നമ്മുടെ കയ്യിലുള്ള എത്രയാണ് ബാക്കി? 1/4. ഈ 4ൽ 1/4 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് 1 മിഠായി നമ്മൾ എടുത്തുള്ളൂ. ബാക്കി 3 നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തു. മനസ്സിലായോ? പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു ഫ്രാക്ഷൻ 2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനിൽ മുകളിൽ കിടക്കുന്ന നമ്പറാണ് ന്യൂമറേറ്റർ അഥവാ അംശം, താഴെ കിടക്കുന്നതാണ് ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് വിളിക്കുന്നു അതിനെ. ഏതൊരു നമ്പറിനെയും p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. p/q എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ ഇതേപോലെ ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും വെച്ച്, ഇതിൽ p ആണ് ന്യൂമറേറ്റർ, q ആണ് ഡിനോമിനേറ്റർ. അതായത് 2 എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡിജിറ്റിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യും? 2/1. ഏത് നമ്പർ ആയാലും ഇപ്പോൾ 8 എടുത്തു കഴിഞ്ഞാൽ 8/1, 9 ആണെങ്കിൽ 9/1. ഇങ്ങനെയാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്രാക്ഷനായിട്ട്. പിന്നീട് പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. അതായത് 2 നമ്പേഴ്സിനെ, 2 സെയിം ഡിനോമിനേറ്റർ വരുന്ന 2 നമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? 1/3 × 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1 × 2 ചെയ്യും,
3 ഇൻറ്റു 3 ചെയ്യും. അപ്പോൾ 1 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2, 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 9 വരും. പക്ഷെ നമ്മൾ ആഡോ മൈനസോ അല്ല അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുന്നെങ്കിൽ സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഡിനോമിനേറ്റർ നേരെ അങ്ങോട്ട് എടുത്ത് എഴുതത്തേ ഉള്ളൂ. ന്യൂമറേറ്റർ മേളിൽ കിടക്കുന്ന നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് നമ്മൾ എഴുതുന്നു. ഇവിടെ 1/3 + 2/3 എന്ന് പറഞ്ഞാൽ 3/3 വരും. 3/3 എത്രയാണ്? 3/3 ആണ് 1. നോക്ക് 3/3 എത്രയാ? 1 വരും. അതേപോലെ വേറെ എക്സാമ്പിൾ പറഞ്ഞേ, 4/4 എന്ന് പറയുന്ന ഫ്രാക്ഷനാണ് 1. മനസ്സിലായോ? അടുത്തത് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സിംഗിൾ ഡിജിറ്റ് ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവത്തിൽ /1 ഉണ്ടെന്ന് നമ്മൾ ഇൻവിസിബിൾ ആണ്, അത് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ 7 നേരെ 1 മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 1 7 വന്നു, 1 ഇൻറ്റു 8 8 വന്നു. പിന്നീട് നമ്മൾ ഷുഗറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, ഓർമ്മയില്ലേ? എത്ര കെ ജി വെച്ചിട്ടാണ്? 2 kg വെച്ചിട്ട് 4 പാക്കറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ 2 + 2 + 2 + 2 എന്ന് ചെയ്യാതെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെ ചെയ്തു? ഡയറക്റ്റ് 4 ഇട്ടു. ഡയറക്റ്റ് 4 പാക്കറ്റ്സ് ഇൻറ്റു എല്ലാത്തിലും സെയിം കിലോഗ്രാം. ഒരേ രീതിയിലല്ലേ ഷുഗർ ഉള്ളത്, ഒരേ അളവിലല്ലേ. അതുകൊണ്ട് 4 ഇൻറ്റു 2 kg, 4 ഇൻറ്റു 2 കിലോ വെച്ച് ടോട്ടൽ 8 kg ഷുഗർ വന്നു. മനസ്സിലായോ? അതേപോലെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു ഷുഗറിൻ്റെ തന്നെ 1/2 വെച്ചിട്ട് ½ kg വെച്ച് വരുന്നത്. അപ്പം 4 പാക്കറ്റിലും ½ kg വെച്ചാണ് ഉണ്ടായിരുന്നത്. 1/2 ഇൻറ്റു 4 വന്നു, അതായത് 4/2. 4/2 എത്രയാണ്? 2 kg. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിങ്ങനെ പ്ലസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലേ? 1/2 1/2 1/2 1/2 എന്ന് ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ പെട്ടെന്ന് 1/2 ഇൻറ്റു 4 എന്ന് എഴുതി 4/2 എന്ന് എഴുതി 2 kg നമ്മൾ കണ്ടുപിടിച്ചു. ഈ 1/2 എന്താണ് നമ്മൾ പറയുന്നത്? ഹാഫ് അല്ലെങ്കിൽ പകുതി, അതാണ് 1/2. പിന്നീട് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ആണ്. അതായത് 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ആണുള്ളത്. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ, മിക്സഡ് ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ത് പറയുന്നു? സാധാരണ ഭിന്നം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ത് പറയുന്നു? വിഷമ ഭിന്നം. മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നം എന്ന് പറയുന്നു. പ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ ഏതാണ്? 1/2 3/5, അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതായിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ ആയിരിക്കും ഡിനോമിനേറ്ററിനേക്കാളും വലുത്. എക്സാമ്പിൾ 5/2 7/4. മിക്സഡ് ഫ്രാക്ഷൻ ആണ് എങ്ങനെയായിരിക്കും? ഒരു ഹോൾ നമ്പറും ഫ്രാക്ഷനും കൂടെ ഉണ്ടായിരിക്കും. അതായത് 1 2/3 2 1/4 എന്ന് പറയും. ഇതിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് വിഷമ ഭിന്നങ്ങളാണ് മിശ്ര ഭിന്നങ്ങളായിട്ട് നമുക്ക് തിരിച്ചെഴുതാൻ പറ്റുന്നത്, അങ്ങോട്ട് മാറ്റി എഴുതാൻ പറ്റുന്ന മിശ്ര ഭിന്നമായിട്ട്. അതായത് സാധാരണ ഭിന്നം നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ വിഷമ ഭിന്നങ്ങൾ നമുക്ക് മിശ്ര ഭിന്നങ്ങളായിട്ട് എഴുതാൻ പറ്റും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ ഇന്ന് ഹോംവർക്കായിട്ട് കുറച്ച് ഫ്രാക്ഷൻസ് എഴുതുക, കുറച്ച് പ്രോപ്പർ ഫ്രാക്ഷൻസ് എക്സാമ്പിൾ എഴുതി പഠിക്കുക, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എഴുതുക, മിക്സഡ് ഫ്രാക്ഷൻസ് എഴുതുക. ഈ 3 ഫ്രാക്ഷൻസിൻ്റെയും എക്സാമ്പിൾസ് നോക്കുക. പിന്നീട് നമ്മളിവിടെ പറഞ്ഞ പോലെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻസ് ചെയ്ത് നോക്കുക, കുറച്ച് അഡീഷൻസ് ചെയ്ത് നോക്കുക. സെയിം ഡിനോമിനേറ്റേഴ്സ് വരുന്നതിട്ട് ചെയ്ത് നോക്കുക, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും. പിന്നെ കുറച്ച് ഫ്രാക്ഷൻസ് സ്വന്തമായി എഴുതി നോക്കുക. ഇതേപോലെയുള്ള കുറച്ച് ഫ്രാക്ഷൻസ് നിങ്ങൾ ഷെയർ ചെയ്തത്, നിങ്ങൾ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ്, പെൻസിൽ എന്നിങ്ങനെയുള്ളതൊക്കെ ഷെയർ ചെയ്തത് വെച്ച് നിങ്ങൾ അതിനെ ഓർത്ത് കുറച്ച് ഫ്രാക്ഷൻസ് ഒക്കെ എഴുതി റഫ് ബുക്കിലൊക്കെ ഒന്ന് എഴുതി നോക്കി കറക്റ്റായിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. താങ്ക്